ഇറാൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു അക്രമമായിരുന്നു അബ്രഹാം ലിങ്കൻ ആക്രമിക്കുക എന്ന് പറയുന്നത്. അത് ആക്രമിക്കുകയും ദിവസങ്ങൾക്ക് ശേഷം അഥവാ 2 ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു അപ്ഡേഷൻ വന്നു. അതിന് കേടുപാടുകൾ വരികയും ഒരു ഭാഗത്തേക്ക് ചെരിയുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. പൂർണ്ണമായി അത് മുങ്ങാനുള്ള പാകത്തിലായിട്ടില്ല എങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള മുഴുവനായിട്ട് ഒരു വിമാനം പറന്നു പൊന്താനോ യുദ്ധവിമാനങ്ങൾക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാനോ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ വിമാനത്തെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ഫോട്ടോ കാണിക്കുന്നത്. ഫോട്ടോ കാണിക്കാൻ പറ്റില്ല എന്നുള്ളറിയില്ല. എന്താണെങ്കിലും മൊത്തമായി അവിടെ നിന്ന് വരുന്ന അത്ര കണ്ടിട്ടുള്ള സുഖകരമായിട്ടുള്ള വാർത്തയാണ് അബ്രഹാം ലിങ്കനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇപ്പോൾ ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 4 മിസൈൽ അഥവാ ബാലിസ്റ്റിക് മിസൈലുകളും കൃത്യമായി അവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നും 10ഓളം മിസൈലുകളെ അവരെ ഇൻട്രപ്റ്റ് ചെയ്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. അഥവാ ഒരു ഡസൻ കണക്കിന് മിസൈലുകളുടെ ഒരു വ്യൂഹത്തെയായിരുന്നു ഇതിനെ തകർക്കാൻ വേണ്ടി ഇറാൻ തൊടുത്തുവിട്ടത്. പക്ഷേ അതിൽ പലതും ഇൻട്രപ്റ്റ് ചെയ്തു, അതിൽ വിജയകരമാവുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ കഠിനമായിട്ടുള്ള ഈ മിസൈലുകൾ 4 ഈ അബ്രഹാം ലിങ്കൻ ഏറ്റതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലുള്ള ഒരു ഉപയോഗത്തിന് ആ കപ്പൽ ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന വാർത്തയാണ് ഖേദത്തോടുകൂടെ പുറത്തേക്ക് വരുന്നത്. തീർത്തും നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ജനുവരി 24-ാം തീയതി പേർഷ്യൻ ഉൾക്കടലിലേക്ക് വന്ന് നങ്കൂരമിട്ടിട്ടുള്ള ഒരു യുദ്ധക്കപ്പലായിരുന്നു. ആ കപ്പലിനെ കാണിച്ചുകൊണ്ടായിരുന്നു ഓരോ ചർച്ചയുടെയും ഭാഗമായിട്ട് ഇറാനെ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. ആ ക്ഷണം ഇറാൻ നിരസിക്കാതിരിക്കുകയും സമാധാനത്തിൻ്റെ ഭാഗമായി പോകണമെന്ന് ലോകത്തിന് മുമ്പിൽ അവർ ആവുന്ന വിധത്തിലൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പുറത്ത് ഒരുപാട് കുതന്ത്രങ്ങളൊക്കെ മെനയുകയും അവസാനം ചർച്ചയ്ക്ക് തലേ ദിവസം ലാസ്റ്റ് വട്ട ചർച്ചയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് അറ്റാക്ക് തുടങ്ങുകയും ചെയ്തു. അവസാനം അവരും തീരുമാനമെടുത്തു, ഈ കപ്പൽ കാണിച്ചിട്ടായിരുന്നല്ലോ നമ്മളേക്ക് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഈ കപ്പലും ഇനി ഭൂമുഖത്തെ അഥവാ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കേണ്ടതില്ല, താഴെ പോയിട്ടൊന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ബാലിസ്റ്റിക് മിസൈൽ എന്ത് തന്നെയാണെങ്കിലും, അഥവാ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വാർഷിപ്പുകൾ മുക്കിയാൽ 3-ാം ലോക മഹായുദ്ധം തുടങ്ങും, മാത്രമല്ല ആണവായുധം പരീക്ഷിക്കേണ്ടി വരും എന്നൊക്കെ വലിയ വായ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഈ ആർഭാട അല്ലെങ്കിൽ അതിൻ്റെ കപ്പൽ വ്യൂഹത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള അബ്രഹാം ലിങ്കന് ഒരു ഭാഗം ഛേദിച്ച് കളഞ്ഞു എന്ന വാർത്തയാണുള്ളത്. മുങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. മുങ്ങുന്നതിൻ്റെ ആദ്യഘട്ടം അതിനേറെക്കുറെ സൗകര്യം ചെയ്തു കൊടുത്തു എന്നതുകൂടി നമ്മൾ ഇതിലൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇതൊന്നും കാണിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പം കാണിക്കാൻ കഴിയില്ല. പറ്റുന്നവരൊക്കെ വിദേശ മാധ്യമങ്ങളൊന്ന് കാണുക. കാരണം നമുക്ക് അവരുടെ ആ ഒരു ലെവലിലുള്ള സെറ്റപ്പൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ പറയാനേ കഴിയുള്ളൂ എന്ന് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെങ്കിലും ഒരു വിമാനം പറന്ന് ഉയരാൻ പറ്റുന്ന പാകത്തിലല്ല ഇപ്പോൾ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന രീതിക്ക് ആ കപ്പൽ ആയിട്ടുള്ളത് എന്ന് ഈ ഇറാൻ്റെ നടപടികൾ കൊണ്ട് അങ്ങനെയെങ്കിലും ആക്കാൻ സാധിച്ചു എന്നതാണ് പുറത്തേക്ക് വരുന്ന വാർത്ത. അപ്പോൾ മൊത്തത്തിൽ കപ്പൽ ഉപയോഗശൂന്യമായോ എന്ന് ചോദിച്ചാൽ ഭാഗികമായി ഉപയോഗശൂന്യമായിട്ടുള്ളൊരു കപ്പലാണ് ഇപ്പോൾ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ, അഥവാ ബില്യൺ കണക്കിന് 15 ബില്യണെന്നും 120 ബില്യൺ എന്നൊക്കെ പല കണക്കിൽ ഇത് വരുന്നുണ്ട്. എന്താണെങ്കിലും കൊല്ലങ്ങൾ എടുത്താൽ മാത്രമേ ഇങ്ങനൊരു കപ്പൽ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നതിൽ തർക്കമില്ല. ആ കപ്പലിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം അഥവാ മുറിച്ച് മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കി മാറ്റിയിരിക്കുന്നത്. അത് തന്നെ ഇറാൻ്റെ വലിയൊരു വിജയമായി പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ പുതിയ അപ്ഡേഷൻ വരികയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. യുദ്ധം ഒരു തരത്തിലും അത്ര കണ്ടിട്ട് സമാധാനം തരില്ല എന്നത് ഉറപ്പാണ്. എങ്കിലും ഒരു ശത്രു രാജ്യം ഒന്നുമല്ലാതിരിക്കുന്ന അഥവാ നന്നായി മുന്നോട്ട് പോകുന്ന രാജ്യത്തിൻ്റെ മേലിൽ കുതിര കയറാൻ വരുമ്പം അവർക്കതല്ലാതെ മറുപടി ഇല്ല എന്നുള്ള പ്രതിരോധമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെമ്പാടും പറയുന്നതും കൂടിയാണ്. കാരണം ഇസ്രായേലാണ് ആദ്യത്തെ ബോംബ് സ്ഫോടനം നടത്തിയത്. അതും പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മുകളിലാണെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു യുദ്ധമാണ് ഈ കാണുന്നത്. 28-ാം തീയതി ഫെബ്രുവരി മാസം. അപ്പം ഇനി എങ്ങോട്ട് എവിടം വരെ മാറും അല്ലെങ്കിൽ എവിടം വരെ ദീർഘമായിട്ട് ഇത് മുന്നോട്ട് പോകും? അബ്രഹാം ലിങ്കൻ്റെ കൂടെ ജെറാൾഡ് കൂടിയും ആ വഴിയെ പോകുമോ? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണണം. മൊത്തമായിട്ട് ഒരു സമ്മറി എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ രാത്രി ഇറാൻ്റെ മുകളിൽ ഒരുപാട് ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിസൈൽ ആക്രമണത്തിൻ്റെ ഒരു പുതിയ തലമുറ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ മഴ പെയ്യിപ്പിക്കുന്ന രീതിയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ട്. മൊത്തമായി പറയുകയാണെങ്കിൽ 2 ഭാഗത്തും നല്ല രീതിക്കുള്ള പരിക്കുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഇടയിൽ GCC കൺട്രികൾ മെല്ലെ മെല്ലെ തൊട്ടു നോക്കിയിട്ട് അല്ലെങ്കിൽ മുട്ടി നോക്കി അവരെ ഉറക്കം കെടുത്തുന്ന ഭാഗത്തിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഏത് സമയത്തും
സമയത്തും ഒരു അറ്റാക്കിനെ പ്രതീക്ഷിച്ചോളൂ എന്നുള്ള രീതിക്കാണ് അവിടെ സംഭവിക്കുന്നത്. മൊത്തമായി നമുക്ക് വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ എണ്ണവില നന്നായി കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സംഘർഷാവസ്ഥ, ഹോർമുസ് കടലിടുക്കിൻ്റെ സംഘർഷാവസ്ഥയും അവിടുത്തെ കപ്പൽ ആക്രമണവും ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും വരുമ്പം കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് ലോകം നീങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മൊത്തമായി പറയുമ്പം ഇവിടെ ഈ ഇറാൻ മാത്രമല്ല പ്രയാസത്തിലേക്ക് പോവുക, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രയാസത്തിലേക്ക് പോകും എന്നുള്ളതാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അതിനൊരുപാട് കാരണങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കണക്ക്, ഈ ഹോർമുസ് കടലിടുക്ക് അടക്കലോടുകൂടി എണ്ണയ്ക്ക് വില വർധന ഉണ്ടാവും. ആ വില വർധനയോടുകൂടി ദൈനംദിന ചെലവിലേക്ക് വരുന്ന ഓരോ എസൻഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വർധനവുണ്ടാവും. അത് വലിയ രൂപത്തിൽ ഇപ്പം തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യത്തിനും അതിലേറെ പ്രതിസന്ധി ഉണ്ടാക്കി കൊടുക്കുമെന്നതുകൂടി പറയപ്പെടുന്നു. അപ്പോൾ മൊത്തമായി ഇന്ന് നമുക്ക് ഈ സമയം വരെ കിട്ടിയ റിപ്പോർട്ടുകളുടെ ആകെ ചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ സൗദി അറേബ്യയിലുള്ള US എംബസിക്ക് അപകടം വന്നിട്ടുണ്ട്. അതുപോലെ ഒട്ടനേകം GCCയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിലായിട്ട് ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ പതനം എല്ലാ രാജ്യത്തിൻ്റെയും പതനമായി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നശിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടെ നശിക്കും, ഞങ്ങളും മാത്രമല്ല നിങ്ങൾ നശിക്കേണ്ട ആളുകളാണ് എന്ന് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ നയതന്ത്ര ബന്ധം പുലർത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അതിൻ്റെ പിന്നാലെ വായിക്കുമ്പം ഇറാൻ ഭരണകൂടം അവർക്കെതിരെ തിരിയാനുള്ള കാരണം ഈ അമേരിക്കയും ഇസ്രായേലും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ മാത്രമേ ഈ GCC കൺട്രി അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. സ്വതന്ത്രമായി ചിന്തിക്കാൻ GCC രാജ്യങ്ങളുടെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നതൊക്കെയാണ് അവർ നിരത്തുന്ന ഓരോ ന്യായങ്ങൾ. എന്താണെങ്കിലും മൊത്തമായി കൃത്യമായി ഇനിയും വരാനിരിക്കുന്ന വാർത്തകൾ വെച്ച് പറയേണ്ടതുണ്ട്. ഇനിയും നമുക്ക് കാത്തിരിക്കാം എന്താണ് GCCക്ക് പറ്റുന്നത്, അതുപോലെ അമേരിക്കയ്ക്ക് എന്താണ് പറയാനുള്ളത്. ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു കരാൽ പടയെ കൊണ്ടുവരുന്നു. അതൊന്നും വലിയ ഫേമസ് ആയ വാർത്തയൊന്നാകാതെ പോവുകയും ചെയ്തു. എവിടെയും അത് പിന്നീട് കാണാനിടയാവുകയും ചെയ്തിട്ടില്ല. അഥവാ അതൊരു പേടിപ്പിച്ച് നിർത്തുക എന്നതായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അത് ഏറ്റുപിടിച്ച് വലിയ കൊട്ടിഘോഷിക്കുന്ന വാർത്തയാക്കി കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളും ആ വാർത്തയായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം മൊത്തമായി ഈ പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം നടന്നത്. ഇസ്രായേലിൻ്റെ വൻകിടമായിട്ടുള്ള സ്ഫോടനങ്ങൾ, ഇസ്രായേൽ വമ്പൻ സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. 3:10 മുതൽ ഇങ്ങോട്ടും അല്ല 2:10 മുതൽ ഇങ്ങോട്ട് പുലർച്ചെ അവസാനിക്കുന്നത് വരെ വലിയ രൂപത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പലതും ഇൻട്രപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്ര കണ്ട് വിജയിപ്പിക്കാൻ ഈ 3-4 സംവിധാനങ്ങൾക്ക്, പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇസ്രായേലിന് എത്രത്തോളം അപകടം വന്നിട്ടുണ്ട് എന്നുള്ളത് 2-3 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ല, യുദ്ധം നിന്നാൽ കിട്ടും. അതുവരെ നമ്മളൊന്നും അറിയില്ല എന്നതാണ് നമ്മൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം അവിടുന്ന് അത്രമേൽ സർക്കാർ അതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ലെവലിലാണ് അവിടുന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇൻട്രപ്ഷൻ അവിടെ അയൺ ഡോമൊക്കെ ഫയൽഡ് ആകുന്നു. ഒരിക്കലും വീഡിയോ ചെയ്യരുത്, വീഡിയോ എടുത്ത് വിടരുത്. അത് അങ്ങനെ വിലക്കിയതുകൊണ്ട് തന്നെ പുതിയ ന്യൂസുകളൊക്കെ കിട്ടാൻ ഒരുപാട് വൈകുന്നുണ്ട്. എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അത്ര കണ്ടില്ല. എന്നാൽ അൽ ജസീറ ചാനലിലേക്ക് നോക്കുമ്പം ഇറാന് കിട്ടിയ അടിയെ പറയുന്നുള്ളൂ. ഇസ്രായേലിന് കിട്ടിയ അടിയെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഞാനിപ്പം 10 മിനിറ്റ് മുമ്പായിട്ട് അൽ ജസീറ കണ്ടിരുന്നു. അപ്പം ലെബനാനിലെ അക്രമങ്ങളും ഈ ലെബനാനിൽ നടത്തുന്ന അക്രമങ്ങളൊക്കെ അൽ ജസീറ അണുവിണ വിട്ടുപോകാതെ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ അപകടം എന്താണെന്നുള്ള അൽ ജസീറ പോലും അറിയില്ല എന്ന് തോന്നുന്നു. കാത്തിരിക്കാം പുതിയ വിശേഷമായിട്ട്.